ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ പറയുന്നു, ثم سنة رسول الله صلى الله عليه وسلم تفسر القرآن وتبينه وتدل عليه وتعبر عنه. പിന്നെ അഥവാ ഖുർആൻ കഴിഞ്ഞാൽ സുന്നത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, തുഫസ്സിറുൽ ഖുർആൻ, അത് ഖുർആനിനെ വിശദീകരിക്കുന്നു, വതുബയ്യിനുഹു, അതിനെ വിശദമാക്കുന്നു, വതദുല്ലു അലൈഹി, ഖുർആനിലേക്ക് തെളിവ് നൽകുന്നു, വതുഅബ്ബിറു അൻഹു, ഖുർആനിൽ പറഞ്ഞ കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതെന്താണെന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് നമ്മുടെ അഖീദയുടെ, നമ്മുടെ വിശ്വാസം പഠിക്കാനുള്ള സ്രോതസ്സുകൾ എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മൾ പറഞ്ഞു ഖുർആൻ അത് ഒന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രണ്ടാമതും എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ, ഓതിയാലുള്ള പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ മുസ്ഹഫ് സ്പർശിക്കാനുള്ള ഉദു തുടങ്ങിയ വിഷയങ്ങളിൽ ഖുർആനിൻ്റെ പ്രത്യേകതയല്ല ഹദീസുകൾക്കുള്ളത്. ഖുർആൻ ഒന്നാമതാണ്, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. അതേസമയം ഹുജ്ജിയത്ത്, തെളിവാണ് എന്ന വിഷയത്തിൽ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഒരേ സ്ഥാനത്താണുള്ളത്. അതിന് രണ്ടിനുമിടയിൽ യാതൊരു വ്യത്യാസവുമില്ല. അള്ളാഹു ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹലാലാണ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വന്നൊരു കാര്യം നേരിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഗൗരവം? എന്താണതിൻ്റെ ഗൗരവം? എത്ര മഹത്വത്തോടെ ആയിരിക്കും നമ്മളതിനെ കാണുക? യഥാർത്ഥത്തിൽ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് സുമ്മ സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, നബിയുടെ സുന്നത്ത്. എന്താണ് നബിയുടെ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. ഖൗലുഹു വഫിഅലുഹു വതഖ്രീറുഹു വസിഫത്തുൻ ഖൽഖി ഔ ഖുലുഖി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, നബിയുടെ ചര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് നബിയുടെ വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, ഉദാഹരണത്തിന് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നബിയുടെ ഹദീസാണ്, നബിയുടെ സുന്നത്താണ്. കാരണം അത് ഏത് വകുപ്പിലാണ് പെടുന്നത്? നബിയുടെ വാക്ക് എന്ന വകുപ്പിലാണത് പെടുന്നത്. രണ്ടാമത്തത് ഫിഅലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി അത് സുന്നത്താണ്. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയമ്മുൻ ഫീ തനഉലിഹി വതറജ്ജുലിഹി വതതഹുരിഹി വഫീ ശഅനിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നു വലതിനെ മുന്തിക്കുക എന്നത്. നബി ഇഷ്ടപ്പെട്ടിരുന്നു, നബി അതിന് പ്രാമുഖ്യം നൽകിയിരുന്നു. ഫീ തറജ്ജുലിഹി, നബി മുടി ചെയ്യുമ്പോൾ, വതനഉലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ, അതുപോലെ തതഹുരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ശുദ്ധീകരണം നടത്തുമ്പോൾ വുദൂ ചെയ്യുമ്പോൾ കുളിക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലതുഭാഗം മുന്തിച്ചിരുന്നു. വഫി ശഅനിഹി കുല്ലഹ്, നബിയുടെ ഏത് കാര്യത്തിനും നബി അത് മുന്തിച്ചിരുന്നു. ഇത് നബിയുടെ പ്രവൃത്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സുന്നത്താണത്. അതുപോലെ തഖ്രീറു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത് സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയുകയും നബി വിലക്കാതിരിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാതിരിക്കുകയും ചെയ്യുക എന്നത് കാരണം നമ്മുടെ നബിയുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ആർക്കെങ്കിലും ആ പ്രത്യേകത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്താണത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൽ ഒരാൾ ഒരു കാര്യം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞു, എന്നിട്ട് നബി അതിനെ എതിർത്തിട്ടില്ല എങ്കിൽ അത് ദീനിൽ തെളിവാണ്. നബിയുടെ മുന്നിൽ ഒരു കാര്യം ചെയ്തു, ഒരു തെറ്റായ കാര്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിലക്കും, യാതൊരു സംശയവുമില്ല. കാരണം നബി ലാ യുഖിറു അലാ ബാത്തിൽ, ഒരു ബാത്തിൽ ഒരു കാരണവശാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കുകയില്ല, സമ്മതിച്ചു കൊടുക്കുകയില്ല, മിണ്ടാതിരിക്കുകയില്ല. ഇത് നബി അല്ലാത്ത വേറെ ഒരാൾക്കും നമുക്ക് പറയാൻ സാധ്യമല്ല. അദ്ദേഹം അത് കണ്ടല്ലോ, അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് അത് ചെയ്തല്ലോ, എന്നിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ലല്ലോ. ഇത് ഒരാളെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴികെ. കാരണം മറ്റുള്ള ആളുകൾക്ക് ഒന്നുകിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടായിരിക്കാം, ഒന്നുകിൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ അയാളൊരു തെറ്റ് കണ്ടപ്പം ഉണ്ടായിരുന്നതായിരിക്കാം. അതല്ല എങ്കിൽ അയാൾ ചിലപ്പോൾ പറയാൻ മടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും സൗഹൃദം തെറ്റിപ്പോകുക മറ്റോ എന്നോ വിചാരിച്ച് മിണ്ടാതിരിക്കുകയോ ചെയ്തതായിരിക്കാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു കാരണവശാലും ഒരാൾ നബി അറിയവേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയെ ഒരു തെറ്റ് ചെയ്താൽ നബി എന്ത് ചെയ്യുകയില്ല, മിണ്ടായിരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തിരിക്കും. ലാ യുഖിറു അലാ ബാത്തിൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാത്തിൽ യാതൊരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നബിയുടെ സന്നിധിയിൽ ഒരു കാര്യം ചെയ്യപ്പെട്ടാൽ അത് ദീനിലെ തെളിവാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു കാര്യം ചെയ്യപ്പെട്ടാൽ അത് ദീനിലെ തെളിവാണ്. ഒന്നിക്കൽ അത് നബി അനുവാദം നൽകിയിരിക്കുന്നു. അനുവാദം ഏറ്റവും ചുരുങ്ങിയത് അതെന്തല്ല, ഒരു അനുവദിക്കപ്പെട്ട കാര്യമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സഹാബത്ത് നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം ചോദിച്ചു, ആരാണ് പറഞ്ഞത് റബ്ബനാ ലക്കൽ ഹംദ് ഇഅ്തിദാലിൻ്റെ സമയത്ത് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ഒരു സഹാബി പറഞ്ഞു, നബിയെ ഞാനാണത് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 30ഓളം മലക്കുകൾ അത് രേഖപ്പെടുത്താൻ മത്സരിക്കുന്നത് ഞാൻ കണ്ടു. ആ വാക്കിൻ്റെ ശ്രേഷ്ഠതയാണ് ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. ആ വാക്ക് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് എന്നത് 30ഓളം മലക്കുകൾ എഴുതാൻ മത്സരിക്കുന്നത് ഞാൻ കണ്ടു. ആര് അത് രേഖപ്പെടുത്തും എന്ന് മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അതുപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു യാത്രയിൽ കടുത്ത തണുപ്പായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ജനാബത്തുണ്ടായി. അദ്ദേഹം ആ യാത്രാ സംഘത്തിൻ്റെ അമീറാണ്. കാട്ടുത്ത കൂടിയ തണുപ്പ്. അദ്ദേഹം എന്തു ചെയ്തു? കുളിക്കാതെ തയമ്മും ചെയ്തുകൊണ്ട് ഇമാമായി നിന്ന് നിസ്കരിച്ചു. ആളുകൾ നബിയോട് ഇത് പരാതി പറഞ്ഞു, അംർ ഇങ്ങനെ നിസ്കരിച്ചു എന്ന്, ഇമാമായി നിസ്കരിച്ചതാണ്. ആളുകൾ ഇതറിഞ്ഞപ്പോൾ അവർക്ക് പ്രയാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് നബിയോട് അവരത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ആസിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പരാതി ഉണ്ടല്ലോ, എന്താ അങ്ങനെ ചെയ്തത്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ കൊടിയ തണുപ്പായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊലപ്പെടുത്തരുത്.
നിങ്ങളെ കൊലപ്പെടുത്തരുത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് ജനാബത്തുണ്ടായി, കൊടിയ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കേവലമായൊരു പ്രയാസമുണ്ടാക്കിയല്ല, മറിച്ച് ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റുമോ? അതിന് സൗകര്യമുണ്ടോ? ചൂടാക്കി എന്ത് ചെയ്യുക? കുടിക്കണം. അതിനും സൗകര്യമില്ല, അതിനും സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടായി. യാതൊരു സംശയവുമില്ല, ഒരാൾക്ക് തയമ്മും ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. ഹദീസ് അതിന് തെളിവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തിനപ്പുറത്ത് ഇനി ആരുടെ അംഗീകാരമാണ് നമുക്ക് വേണ്ടത്? ആവശ്യമില്ല. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അവിടുത്തെ അംഗീകാരം, തഖ്രീർ, ഇത് സുന്നത്താണ്. പിന്നെയോ ഔസിഫത്തുൻ ഖൽഖി ഔ ഖുലുഖി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സിഫത്ത്, നബിയുടെ ഒരു വിശേഷണം, ഒരു സ്വഭാവം, അത് സുന്നത്താണ്. ഒന്നുകിൽ ഖൽഖിയായ ഒരു സിഫത്ത്, അല്ലെങ്കിൽ ഖുലുഖിയായ സിഫത്ത്. എന്നാൽ ഖൽഖിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ പ്രകൃതിയിലെ നബിയുടെ രൂപം ഇങ്ങനെയായിരുന്നു, അത് സുന്നത്തിൻ്റെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. അഥവാ സാങ്കേതികമായി സുന്നത്ത് എന്ന ആ വകുപ്പിന് കീഴിൽ വരുന്നതാണിത്. കാരണം നബിയെക്കുറിച്ചുള്ളൊരു ഖബറാണ്, നബിയെക്കുറിച്ചുള്ള വിവരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം ഇങ്ങനെയായിരുന്നു, അത് ആളുകൾക്ക് തോന്നിയതുപോലെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നബിയുടെ രൂപം ഇങ്ങനെയായിരുന്നു, നബിയുടെ ശാരീരികമായ പ്രത്യേകതകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം ഇങ്ങനെയായിരുന്നു, ഹദീസുകളിൽ കാണാം. നബിയുടെ ചുമൽ ഇങ്ങനെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ ഇങ്ങനെയായിരുന്നു, നബിയുടെ പൊക്കം ഇങ്ങനെയായിരുന്നു, ഹദീസുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ അതിനുവേണ്ടി കിതാബുകൾ തന്നെ എഴുതിയത് കാണാം. ഇമാം തിർമിദി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബാണ് ഷമാഇൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നബിയുടെ രൂപപ്രകൃതി. നബിയുടെ രൂപം ഇങ്ങനെയായിരുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപപ്രകൃതി ഇങ്ങനെയായിരുന്നു. അതുമാത്രമല്ല, നബിയുടെ സ്വഭാവം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരിയും, നബിയെ കോപിച്ചതും, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിയുള്ള സംഗതികളും അതിലുണ്ട്. ഷമാഇൽ എന്ന് പറഞ്ഞാൽ, ഷമീലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു വിശേഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. വസ്ഫ്, സിഫത്ത് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഷമീല. നബിയുടെ ഷമാഇൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ, മനോഹരമായ ഒരു കിതാബാണ് ഷമാഇൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദിയുടെ കിതാബാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ, ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, കാരണം പിശാചിന് എൻ്റെ രൂപത്തിൽ സ്വപ്നത്തിൽ വരാൻ സാധിക്കുകയില്ല. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. ഇത് എന്താണ് ഈ ഹദീസിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരിക്കലും ഒരു പിശാചിന് വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരാൾ സ്വപ്നത്തിൽ നബിയെ കണ്ടാൽ അത് നബിയെ തന്നെയാണ് കണ്ടത്. എന്നാൽ ഇത് ആർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർക്ക്, സഹാബികൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഹദീസിൻ്റെ അർത്ഥം എന്തല്ല? ഒരു പിശാച് മറ്റൊരു രൂപത്തിൽ വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറയുകയില്ല എന്നല്ല. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞേക്കും. നബിയുടെ യഥാർത്ഥ രൂപത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ ഒരു ശൈത്താൻ വരാൻ സാധിക്കില്ല. എന്നാൽ നബിയുടെ രൂപം അറിയാത്ത ഒരാൾക്ക് മുന്നിൽ വേറൊരു രൂപത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ നബിയാണെന്ന് പറയാം. ഉദാഹരണത്തിന്, ഒരാൾ കാണുകയാണ് നബിയെ സ്വപ്നത്തിൽ, നബിയാണെന്നാണ് വന്ന് പറയുന്നത്. ആളുടെ രൂപം എങ്ങനെയാണ്? നല്ല ക്ലീൻ ഷേവൊക്കെ ചെയ്തിട്ട് ഒരാൾ എന്നിട്ട് പറഞ്ഞു ഞാനാണ് നബി എന്ന് പറഞ്ഞാലോ? അല്ല, അവൻ കണ്ടത് നബിയല്ല, അവൻ കണ്ടത് ശൈത്താനെയാണ്, നബിയല്ല കണ്ടത്. അപ്പോൾ പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വരികയില്ല, നബിയുടെ യഥാർത്ഥ രൂപത്തിൽ. പക്ഷേ നബിയാണെന്ന് പറഞ്ഞാൽ വേറെ രൂപത്തിൽ വരാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം അറിയുന്ന ഒരാൾ സ്വപ്നത്തിൽ നബിയെ കണ്ടാൽ അത് നബിയെ തന്നെയാണ് കണ്ടത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു സഹാബിയോട് നബിയെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ നബിയെ സ്വപ്നത്തിൽ കണ്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇദ്ദേഹം, ഈ സഹാബി പറഞ്ഞു, സിഫ്ലന, നീ കണ്ട ആളുടെ രൂപം പറയൂ. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് ആളുടെ രൂപം. അപ്പോൾ ഈ സഹാബി പറഞ്ഞു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഇതിനപ്പുറം നിനക്ക് പറയാൻ സാധിക്കില്ല.
അതാ നീ പറഞ്ഞത് കൃത്യമാണ്, നബിയെ തന്നെയാണ് നീ കണ്ടത് എന്ന് സഹാബി അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അതിൽ നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ അത് കണ്ടാൽ നബി ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കാർക്കാണ്? ഒന്ന്, നബിയെ കണ്ട സഹാബിമാർക്ക്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വസ്ഫ്, നബിയുടെ വിശേഷണങ്ങൾ അത് സഹീഹായ ഹദീസുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി നബിയുടെ രൂപം കാണുന്നത് പോലെ അത് ഉൾക്കൊണ്ട ഒരാൾ, ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ അങ്ങനെയാണ് എന്ന് നബിയാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ നോക്കൂ, ഒരാൾക്കും തന്നെ ഇനി വന്നിട്ടൊരു പുതിയ നിയമം, ഞാൻ നബിയെ സ്വപ്നം കണ്ട് നബി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദീനിലൊരു പുതിയ നിയമം കൊണ്ടുവരാൻ സാധ്യമല്ല. എന്നു മാത്രമല്ല, നമ്മുടെ ഈ കാലത്തെ വഴിപിഴച്ച കക്ഷികളുടെയും സൂഫികളുടെയും ശിർക്ക് ബിദ്അത്തുകൾ കൊണ്ടു നടക്കുന്നവരുടെയും ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് നബിയെ സ്വപ്നം കാണുക എന്നത് എന്തോ ഒരു വലിയ അവരുടെ ലക്ഷ്യം പോലെ കൊണ്ടുനടക്കുകയാണ്. നബിയെ സ്വപ്നം കാണാൻ ഇന്ന സലാത്തുമില്ല, നബിയെ സ്വപ്നം കാണണോ ഇന്ന ദിക്ർ ഇത്ര തവണ ചൊല്ല, ഒക്കെ കളവാണ്. അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുണ്ട്, അവൻ്റെ സ്നേഹം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ അവൻ നബിയുടെ സുന്നത്ത് പിൻപറ്റുകയായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ സ്വപ്നം കാണാൻ വേണ്ടി ഇല്ലാത്ത കള്ള ദിക്റുകൾ ചൊല്ലുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. സ്വപ്നം കാണാൻ ഇന്ന ദിക്ർ ചൊല്ലുക, ഇന്നത് കാണുക ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ഇന്ന പ്രത്യേകം ഒരു ദിക്റോ സലാത്തോ ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതേസമയം നബിയുടെ രൂപം അറിയുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടേക്കാം. അതിനൊരു ഉദാഹരണമാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കെപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഒന്നായിരുന്നു മുസ്ലിമീങ്ങളിൽ മരണപ്പെട്ടു പോയ പലരും. അവരുടെ അവസ്ഥ പലതും നമ്മൾ കണ്ടെടുത്തോളം അറിഞ്ഞിടത്തോളം അല്ലെങ്കിൽ കേട്ടിടത്തോളം മോശമാണ്. അഥവാ ഷിർക്കും ഖുറാഫാത്തുകളും ഇങ്ങനത്തെയൊക്കെ പലതും ഉണ്ടായിരുന്നേക്കാവുന്ന, അങ്ങനെ പലതും കേട്ടിരിക്കാവുന്ന ആളുകൾ. ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഒരു പ്രയാസമുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഷൈഖുൽ ഇസ്ലാം സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തരിത് യാ അഹ്മദ്. അഹ്മദ്, ഷൈഖുൽ ഇസ്ലാമിൻ്റെ പേരാണ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഇഷ്തരിത് യാ അഹ്മദ്, അഹ്മദ് നീ എന്ത് ചെയ്യുക? ഷർത്ത് വെക്കുക. ഷർത്ത് വെക്കുക ദുആ ചെയ്യുമ്പോൾ. എന്താണ് ദുആയിൽ ഷർത്ത്? അല്ലാഹു ഇതാ ഇന്ന മനുഷ്യൻ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്ത നിൻ്റെ റസൂലിൽ വിശ്വസിച്ച ആളാണെങ്കിൽ റബ്ബേ നീ ആൾക്ക് പുറത്തു കൊടുക്കണം എന്ന് ഷർത്ത് പറഞ്ഞ് ദുആ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്ക്, ഇത് ദീനിലൊരു പുതിയ നിയമമല്ല, മറിച്ച് ദീനിൻ്റെ പാഠങ്ങളോട് യോജിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ദീനിൻ്റെ പാഠങ്ങളോട് അടിസ്ഥാനങ്ങളോട് യോജിക്കുന്ന ഒരു കാര്യം മാത്രം. പക്ഷേ ഒരു എളുപ്പം ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹ് എഴുതാനുള്ള കാരണങ്ങളിലൊന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിശറി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. അപ്പം നബിയുടെ അടുത്തേക്ക് വരുന്ന പ്രാണികളെയും മറ്റും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇങ്ങനെ ആട്ടിവിടുന്നു. അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയുന്ന ഒരാളോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അൻത തദുബ്ബു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രതിരോധം തീർക്കും. നബിയുടെ പേരിൽ ഇല്ലാത്തത് പറയപ്പെട്ടതൊക്കെ തള്ളി നീക്കി സഹീഹായ ഹദീസുകൾ മാത്രം, സഹീഹായത് മാത്രം ഉള്ള ഹദീസ്, ആ ഗ്രന്ഥം സഹീഹ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ക്രോഡീകരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിന് പ്രേരകമായത് ഈ സ്വപ്നമായിരുന്നു എന്നാണ് ഒരു പ്രേരകം. മറ്റൊരു പ്രേരകം അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹം വലിയ ഇമാമാണ്, ഇസ്ഹാഖ് ഇബ്നു റാഹവയ്യ അല്ലെങ്കിൽ ഇസ്ഹാഖ് ഇബ്നു റാഹവയ്യ. അദ്ദേഹം കിബാറുകളായ അഇമ്മത്തുകളിൽ ഒരാളാണ്, ഇമാം ബുഖാരിയുടെ ഷെയ്ഖുമാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ഇരിക്കുമ്പോൾ, ഇമാം ബുഖാരി അടക്കമുള്ള ശിഷ്യന്മാരിയ്ക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകൾ മാത്രം ഒന്ന് ക്രോഡീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് ഇമാം ബുഖാരിയിൽ വലിയ പ്രചോദനം ഉണ്ടാക്കി. നിങ്ങൾ നോക്കുക, ഒരു ചെറിയൊരു വാക്കാണ്, പക്ഷെ എത്ര വലിയ ഖൈറിനാണ് അത് കാരണമായത്. ഒരു ചെറിയൊരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വാക്ക്, പക്ഷെ അതാണ് നല്ല നീയത്തിൽ പറയുന്ന ഒരു വാക്ക്. ചിലപ്പോൾ അതുകൊണ്ട് വലിയ
ഒരു ഉമ്മത്തിൻ്റെ അമൽ തന്നെ ഉണ്ടാക്കി. എന്താണ് സഹീഹുൽ ബുഖാരി? അല്ലാഹു അക്ബർ! എന്താണ് ഈ സഹീഹുൽ ബുഖാരി? സഹീഹുൽ ബുഖാരി മുസ്ലിമീങ്ങൾ ഇജ്മാഇലാണ്, അതിൽ ഒരൊറ്റ ദഈഫുമില്ല. അത് മുഴുവൻ അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ അസ്സഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ കിതാബ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. ഇപ്പോൾ നോക്കൂ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇങ്ങനെ ഈ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കണ്ടു എന്നാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ സ്വപ്നം കണ്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കൃത്യമായി അറിയാം. ഇപ്പം നബിയുടെ സിഫത്തുൻ ഖൽഖി, നബിയുടെ ശാരീരിക രൂപം എന്നത് സുന്നത്തിൻ്റെ ഭാഗമാണ്, അഥവാ സുന്നത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. നബി എങ്ങനെയായിരുന്നു എന്നത് സഹാബത്ത് അതിൽ അവർക്ക് ശേഷം വന്ന താബീങ്ങളൊക്കെ അതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. സഹാബത്തിനോട് അവർ ചോദിച്ചിരുന്നു. ഒരാൾ ചോദിച്ചു സഹാബിയോട്, നബിയുടെ മുഖം എങ്ങനെയായിരുന്നു? സെയ്ഫ്, ഒരു സെയ്ഫ് പോലെ ആണോ, ഒരു വാൾ പോലെ, അഥവാ അത്രയും തിളങ്ങുന്ന അങ്ങനെയുള്ള മുഖമാണോ? ഈ സഹാബി പറഞ്ഞു, ലാ ബൽക്കൽ ബദർ ഔ മിസ്ലൽ ബദർ, മറിച്ചൊരു ബദർ പോലെയായിരുന്നു, പൂർണ്ണ നിലാവ് പോലെയായിരുന്നു. അതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് ഏതാണ്ടൊരു വൃത്താകൃതിയിലുള്ള മുഖമായിരുന്നു, മറിച്ച് അത് വാൾ പോലെ ഉള്ള മുഖമല്ല. ആളുകളുടെ മുഖത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് പല രൂപത്തിലാണ്. വട്ടമുഖമുള്ള ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഏതാണ്ട് ആ പ്രകൃതമായിരുന്നു. പിന്നെ രണ്ടാമത്തെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് തിളങ്ങുന്ന മുഖമായിരുന്നു. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചാൽ നബിയുടെ മുഖം അത് ചന്ദ്രനെ പോലെ തിളങ്ങുമായിരുന്നു എന്ന ഹദീസുകളിൽ നമുക്ക് ധാരാളമായി കാണാം. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മാ മസിസ്തു കഫൻ അലിയന മിൻ കഫി റസൂലിൽ മാ മസിസ്തു ദിബാജൻ വലാ ഹരീറൻ അലിയന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൈ പോലെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപ്പത്തി പോലെ മൃദുലമായ ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപ്പത്തി അത്രയും മൃദുലമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒമാ ശമിംതു അംബറൻ, ഞാൻ ഒരു സുഗന്ധവും വാസനിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധം പോലെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് നബിയുടെ വിയർപ്പിന് സുഗന്ധമുണ്ടായിരുന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് നല്ല സുഗന്ധമുണ്ടായി, കസ്തൂരി പോലെയുള്ള സുഗന്ധമുണ്ടായിരുന്നു എന്നാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അത് എടുത്തു വെച്ചിരുന്നു സുഗന്ധമായി പുരട്ടുവാൻ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് അത്. സിഫത്തുൻ ഖൽഖിയ. പിന്നെ ഉള്ളതാണ് സിഫത്തുൻ ഖുലുഖി, നബിയുടെ സ്വഭാവ സവിശേഷതകൾ. അല്ലാഹു അക്ബർ! അള്ളാഹു പറഞ്ഞതുപോലെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബി അങ്ങ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിനുടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനാണ്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധീരനായിരുന്നു. കാന അശ്ജഅൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു. അതുപോലെ കാന അജ്വദൻ നാസ്, നബി ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലജ്ജ ഉള്ളവരായിരുന്നു. ഒരു അവിവാഹിതയായ കന്യകയായ തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു കന്യകയായ പെണ്ണിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലജ്ജ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവർ സഹാബിമാർ സംസാരിച്ചു കൊണ്ടിരുന്നു. സമയം ഇങ്ങനെ വൈകിയിട്ടും നബി അവരോട് പോകാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണത്? വയസ്സഹി മിൻകും, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നബി നിങ്ങളോടത് പറയാൻ ലജ്ജിക്കുന്നു. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, എന്നാൽ അള്ളാഹു സത്യം പറയാൻ ലജ്ജിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ കാര്യത്തിന് വന്നാൽ ആവശ്യം കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ ഉണർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാ ഉള്ളവരായിരുന്നു. നബി അശ്ലീലം സംസാരിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔറത്ത് വെളിപ്പെടുത്തുമായിരുന്നില്ല. ഇതെല്ലാം നബിയുടെ ഹയാഇൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ സ്വഭാവ സവിശേഷതകൾ, ഖൗലുഹു ഫിഅലുഹു വതഖരീറുഹു വസിഫത്തുൻ ഖൽഖി ഔ ഖുലുഖി, നബിയുടെ വാക്ക്, പ്രവൃത്തി, നബിയുടെ അനുവാദം, നബിയുടെ ശാരീരിക പ്രത്യേകതകൾ, അതുപോലെ നബിയുടെ സ്വഭാവ സവിശേഷതകൾ, ഇതൊക്കെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇപ്പോൾ നോക്കൂ, സുന്നത്ത് ഇതല്ലാത്ത മറ്റുള്ള അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഖുർആനും സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഇതാണ്.
ഇതല്ലാത്ത അർത്ഥങ്ങളിൽ സുന്നത്ത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണ് സുന്നത്തും ബിദ്അത്തും എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ബിദ്അത്തിന് നേരെ വിരുദ്ധമായ കാര്യം, ദീനിൽ തെളിവുള്ള കാര്യം എന്നാണ് അവിടെ ഉദ്ദേശം. ദീനിൽ തെളിവുള്ള കാര്യം അത് ചിലപ്പോൾ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കും. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കും. ബിദ്അത്തിന് വിപരീതമായി ഉപയോഗിക്കാറുണ്ട് സുന്നത്ത് എന്ന വാക്ക്. അപ്പോൾ അവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞ അർത്ഥത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകതകളോ അങ്ങനത്തെ കാര്യമൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബിദ്അത്തിനെതിരായ. അതുപോലെ മൊത്തത്തിൽ ഇസ്ലാം എന്ന അർത്ഥത്തിൽ സുന്നത്ത് ഉപയോഗിക്കാറുണ്ട്, ദീനിൽ വന്ന എല്ലാ കാര്യവും. അതുകൊണ്ടാണ് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശർഹു സുന്ന എന്ന പ്രസിദ്ധമായ കിതാബ് തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞിട്ടാണ്? അസുന്നത്തു ഹിയൽ ഇസ്ലാം, അൽ ഇസ്ലാം ഹുവ സുന്ന വസുന്നത്തു ഹിയൽ ഇസ്ലാം. സുന്നത്താണ് ഇസ്ലാം, ഇസ്ലാമാണ് സുന്നത്ത്. ഇത് പറഞ്ഞിട്ടാണ് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശർഹു സുന്ന ആരംഭിച്ചത് തന്നെ. മൊത്തത്തിൽ ഇസ്ലാം എന്ന അർത്ഥത്തിൽ സുന്നത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ ഒരു സുന്നത്തുണ്ട്, കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഒരു സുന്നത്തുണ്ട്. എന്താണത്? അത് ഫർദിന് മുഖാബിലായി നിൽക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് ഒരു ഇൽസാമിൻ്റെ കൽപ്പനയല്ല, നിർബന്ധമായ കൽപ്പനയല്ല, മറിച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന അർത്ഥത്തിലുള്ള കൽപ്പനയാണ്. വാജിബല്ല, മുസ്തഹബ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ നാഫിലത്ത് എന്ന അർത്ഥത്തിൽ. മുസ്തഹബ് എന്നത് പൊതുവെ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ നല്ല കാര്യം എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. സുന്നത്ത് എന്ന് പറയുന്നതും മുസ്തഹബ് എന്ന് പറയുന്നതും സൂക്ഷ്മമായൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നേർക്ക് നേരെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നിട്ടുണ്ടാകണമെന്നില്ല. അപ്പം മുസ്തഹബ്, ഇപ്പോൾ ഒരാൾ വന്നാൽ അയാളെ പിന്നെ നിങ്ങളവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ നമ്മൾ പറയും അതൊരു മുസ്തഹബായ കാര്യമാണ്. കാരണം മൊത്തത്തിൽ അതിഥിയെ ആദരിക്കുക എന്നതിൻ്റെ പരിധിയിൽ അത് വരും. ഒരാൾ നേർക്ക് നേരെ വന്നാൽ ഇതാ ഇവിടെ ഇരിക്കൂ എന്നൊരു ഹദീസിന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്നാൽ ഇതിൽ അത് ഇക്റാമിൻ്റെ ഭാഗമായി വരുന്നതാണ്. മുസ്തഹബ് എന്ന പദപ്രയോഗം പൊതുവെ പണ്ഡിതന്മാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള വാക്കിന് ഉപയോഗിക്കും. നേർക്ക് നേരെ ഹദീസിന് വന്നതല്ല, പക്ഷെ ഹദീസിൽ വന്നതിൻ്റെ പരിധിയിൽ അത് പെടും. സുന്ന എന്ന് പറയുക പണ്ഡിതന്മാർ പൊതുവെ ഏത് കാര്യത്തിനാണ്? ഹദീസിൽ നേരെ വന്ന കാര്യത്തിനാണ്. പണ്ഡിതന്മാർ പ്രയോഗിക്കാറുള്ള സൂക്ഷ്മതയുള്ള പ്രയോഗങ്ങളിൽ ചിലതാണ്. ദീനിൻ്റെ സാങ്കേതിക പദങ്ങൾ വളരെ വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ, വിവരമുള്ള ചില ആളുകൾ പറയാറുണ്ട്, ഒരാൾ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു ഖുത്ബ പറയുകയോ പ്രസംഗിക്കുകയോ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാളുടെ വിവരം നിനക്ക് മനസ്സിലാകണമെങ്കിൽ അയാൾ എന്തു പറയുന്നു എന്നതല്ല നോക്കേണ്ടത്, മറിച്ച് എന്ത് പറയുന്നില്ല എന്നാണ് നോക്കേണ്ടത്. ദീൻ പഠിച്ച ഒരാൾക്ക് എന്തും പറയാൻ കഴിയില്ല, എന്നാൽ അടിത്തറ ഇല്ലാത്ത ഒരാൾ എന്തും പറഞ്ഞേക്കും. ദീനിൻ്റെ പേരിൽ പറയേണ്ട പ്രയോഗങ്ങൾക്കൊരു മര്യാദയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാവുന്ന, സഹാബത്തിനെ കുറിച്ച് പറയാവുന്ന പദങ്ങളിൽ മര്യാദ പ്രയോഗിക്കണം. ദീനിൻ്റെ അതിർവരമ്പുകൾക്ക് നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അതേസമയം ഈ അതിരും വരമ്പും വിവരവും ഇല്ലാതെ എന്തും അങ്ങ് പറഞ്ഞേക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗങ്ങൾക്കിരിക്കുക എന്നുള്ളത് എത്രയും നിസ്സാരമായ കാര്യമായിരിക്കും. മനസ്സിലായില്ലേ? അത്രയും നിസ്സാരമായ കാര്യമായിരിക്കും. ഇങ്ങനെ മണിക്കൂർ കണക്കിന് അവർക്ക് പേടിക്കാതെ പറയാം. കാരണം എന്താ? തെറ്റേതാണെന്ന് അറിഞ്ഞാലേ തെറ്റിന് പേടിക്കുള്ളൂ. എന്തെങ്കിലും അബദ്ധമൊരു വിഷയം പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ആ അടിത്തറ ഇല്ലാത്തവർ എന്താ ഏത് വിഷയം ആയിക്കോട്ടെ നമ്മളങ്ങ് പറയും. ഹറാം, ഹലാൽ, ഇതൊക്കെ അത്ര എളുപ്പമുള്ള വാക്കായിരിക്കും അവർ. അല്ല, അങ്ങനെയല്ല, മറിച്ചത് ശ്രദ്ധയോടെ പ്രയോഗിക്കണം. എത്ര പണ്ഡിതന്മാർ, വിവരമുള്ള ആളുകൾ അറിയില്ല എന്നത് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരു സ്ത്രീ ചോദിച്ചു, ഞാൻ എൻ്റെ കുട്ടിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ, നമുക്കറിയാം പലരും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും ഉറങ്ങാൻ വേണ്ടി. അപ്പം എൻ്റെ കുട്ടിക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഒരു കഥ അപ്പം കെട്ടിണ്ടാക്കി പറഞ്ഞു കൊടുക്കണതിൽ തെറ്റുണ്ടോ? ഒരു കഥ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊരു കഥ അത് പണ്ട് തൊട്ടേ പറഞ്ഞു കേട്ട കഥയൊന്നുമല്ല, ഒരു കഥ അങ്ങ് ആ സമയത്തൊന്നുണ്ട് കുട്ടിയൊന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടി ഒന്ന് കെട്ടി പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ എന്നൊരു സ്ത്രീ ചോദിക്കാൻ.
ബിൻ ബാസ് പറഞ്ഞു ലാ അദ്രി, എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, ബിൻ ബാസാണ് ആ വിഷയത്തിൽ ഒരു ഇബ്ൻ ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനൊരു അതിലൊരു കൃത്യമായ ഉത്തരം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കാതെ പറഞ്ഞു ലാ അദ്രി. സുബ്ഹാനല്ലാഹ്, ചില സലഫുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഇന്ന് നിങ്ങൾ നിസാരമായി മറുപടി പറയുന്ന ഹറാം ഹലാൽ എന്നിങ്ങനെ നിങ്ങൾ മറുപടി പറയുന്ന ഒരു കാര്യം സഹാബികളുടെ കാലത്താണ് അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നെങ്കിൽ അവർ ബദരീങ്ങളൊക്കെ വിളിച്ചുകൂട്ടുമായിരുന്നു അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി. ബദറിൽ പങ്കെടുത്ത സഹാബിമാരൊക്കെ വിളിച്ചുകൂട്ടുമായിരുന്നു. ഇത്രയും ശ്രേഷ്ഠരായ വിവരമുള്ള ആളുകളെ എന്തിന് ഈ മസാലയ്ക്കൊരു പരിഹാരങ്ങൾ കാണണം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളതിന് ഇങ്ങോട്ടോ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന അവസ്ഥയിലായി ആണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത് അറിവുള്ള ആളുകൾ അവരുടെ അറിവിനനുസരിച്ച് അവരുടെ മറുപടിയിൽ സൂക്ഷ്മത പാലിക്കും എന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന് മുഖാബിലായി വന്നതാണ്. ഖുർആനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, നബിയുടെ അനുവാദം തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വന്നിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ ദീനിൻ്റെ ഏത് വിഷയങ്ങളും അത് നമുക്ക് തെളിവാണ്. സുന്നത്ത് എന്തു ചെയ്യുന്നു അതേക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് ശ്രദ്ധിക്കും നിങ്ങൾ. തുഫസ്സിറുൽ ഖുർആൻ, ഖുർആനിൻ്റെ തഫ്സീർ അതിലുണ്ട്. തുബയ്യിനുഹു, അത് ഖുർആൻ വിശദീകരിക്കുന്നു. തദുല്ലു അലൈഹി, ഖുർആനിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു. ഖുർആനിലുള്ളത് എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ച് നൽകുന്നു. ഖുർആനും സുന്നത്തും ഒരിക്കലും പരസ്പരം എതിരാകുന്ന കാര്യമല്ല, മറിച്ച് പരസ്പര പൂരകങ്ങളാണ്. ഖുർആനും സുന്നത്തും രണ്ടും ദീനിലെ തെളിവാണ്. സുന്നത്തില്ലാതെ ഖുർആൻ സ്വീകരിക്കാൻ എന്നത് ഒരാൾക്ക് സാധ്യമല്ല. ഖുർആനില്ലാതെ സുന്നത്ത് സ്വീകരിക്കാൻ എന്നത് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വഹിയാണ് രണ്ടും. അള്ളാഹുവിൻ്റെ വഹിയാണ് രണ്ടും. മയുത്തഅ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് നോക്കൂ, അങ്ങേറ്റത്തെ വിവരദോഷങ്ങളിൽ ഒന്നാണ് ഒരാൾ പറയുക ഇത് ഖുർആനിനെതിരായ ഹദീസാണ് എന്ന്. സഹിഹായ ഒരു ഹദീസിനെ കുറിച്ച് ഇത് ഖുർആനിനെതിരാണ് എന്ന് പറയൽ അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. ഖുർആനിനെതിരായ സഹിഹായ ഒരൊറ്റ ഹദീസ് ഉണ്ടാവുകയില്ല. കാരണം രണ്ടും അള്ളാഹുവിൻ്റെ വഹിയാണ്, റബ്ബിൻ്റെ വഹിയാണ്. എങ്ങനെയാണ് നോക്കൂ, സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സുന്നത്ത് ഖുർആനിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അതിൽ ഒരു വിശദീകരണം എങ്ങനെയാണ്? ഖുർആനിൻ്റെ ലഫ്ദിനെ, ഖുർആനിൻ്റെ പദപ്രയോഗങ്ങളെ ഹദീസിൽ വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ വന്ന പദം വിശദീകരിക്കും. ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്തവർക്ക് ഹുസ്ന ഏറ്റവും നല്ലതുണ്ട്, അഥവാ സ്വർഗമുണ്ട്. വസിയാദ, അധികമായുണ്ട്. എന്താണ് ഈ സിയാദ? എന്താണത്? അള്ളാഹുവിനെ കാണുക. ആര് വിശദീകരിച്ചതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. ആ സിയാദ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഖുർആനിലെ പദങ്ങൾ നബി വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിലെ പദങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഖുർആനിൻ്റെ ഹദീസിൽ വന്ന വിശദീകരണത്തിൻ്റെ ഒരു വിഭാഗമാണ്. ഖുർആനിൻ്റെ തഫ്സീർ നമുക്ക് എവിടുന്ന് കിട്ടും? ഒന്ന്, ഖുർആനിൻ്റെ തഫ്സീർ ഖുർആനിൽ തന്നെ ഉണ്ടാവും. ഒരു ഭാഗത്ത് പറഞ്ഞതിൻ്റെ വിശദാംശം വേറെ ഭാഗത്തുണ്ടാവും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുണ്ടാവും. മൂന്നാമത് താബിഈങ്ങളുടെയും വാക്കുകളുണ്ടാവും. അതുപോലെ ലുഗ, ഖുർആൻ അള്ളാഹു ഏത് ഭാഷയിലാണ് അവതരിപ്പിച്ചത്, ആ കാലത്തെ അറബികളുടെ ഭാഷ ഏതോ ആ ഭാഷയിൽ ഖുർആൻ്റെ വിശദീകരണമുണ്ട്. ഖുർആൻ അങ്ങനെ മനസ്സിലാക്കാം. ആ കാലത്ത്, കാരണം അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. എന്താണ് സംസാരിച്ചത്, അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഖുർആൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഒന്ന് പദം വിശദീകരിക്കും. ഇവിടെ ഇബ്ൻ ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സഹാബത്ത് പൊതുവേ ഒരു ഖുർആനിൽ ഒരു പദം തെറ്റായി മനസ്സിലാക്കി എന്നിട്ട് നബി അത് തിരുത്തി കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇബ്ൻ ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അത് വിരലിലെണ്ണാവുന്നത്ര മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഖുർആനിൽ ഒരായത്തിൽ ഒരു വാക്ക് സഹാബികൾ തെറ്റായി മനസ്സിലാക്കുക, എന്നിട്ട് നബിയുടെ അടുത്ത് വന്നിട്ട് അവരത് പറയും, നബി അത് തിരിച്ചു കൊടുക്കുക. ഇത് വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
പക്ഷെ അത് അങ്ങേയറ്റം വിരളമാണ്. എന്തുകൊണ്ടാണത്? കാരണം അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആൻ അവരുടെ ഭാഷയിലാണ് ഇറങ്ങിയത്. അവർക്ക് ഏറ്റവും നന്നായി അത് മനസ്സിലാകുമായിരുന്നു, ഏറ്റവും നന്നായി. എന്നാൽ ചിലത് അവർ തെറ്റായി മനസ്സിലാക്കി നബി അത് തിരുത്തി കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന ആയത്തിൽ പറഞ്ഞ ദുൽമാണ് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്നത് സഹാബത്തിന് ആദ്യം മനസ്സിലായിരുന്നില്ല. അതായത് ഈമാൻ സ്വീകരിക്കുകയും എന്നിട്ട് അതിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർക്കാണ് നിർഭയത്വമുള്ളത്. അവരാണ് ഹിദായത്തിൽ. വിശ്വസിക്കുക എന്നിട്ട് അതിൽ അക്രമം കലർത്തരുത്, അവർക്കാണ് നിർഭയത്വം. ആ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് പേടിച്ചു. അവർ ചോദിച്ചു അയ്യുന ലാ യദ്ലിം, നബിയെ ഞങ്ങളിൽ ആരാണ് അക്രമം ചെയ്തു പോകാത്തത്, തെറ്റുവരാത്ത ആരാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ദുൽമല്ല, അത് ആ സാലിഹായ മനുഷ്യൻ പറഞ്ഞ ദുൽമാണ്. ലുഖ്മാൻ പറഞ്ഞ ദുൽം ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും കടുത്ത അക്രമമാണ്. ആ അക്രമമാണ് ഇവിടെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം. അത് ചെയ്താൽ, അത് കലർന്നാൽ നിർഭയത്വമില്ല, ഹിദായത്തില്ല എന്നതാണ് ഉദ്ദേശം. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഒരിക്കൽ റമദാനിലെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചോളൂ, തിന്നോളൂ എന്ന് പറയുന്ന ആയത്തുണ്ട്. ലക്കും ലൈലത്തുൽ സിയാം റഫതു ഇലാ നിസായിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. അള്ളാഹു പറഞ്ഞു വകുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്റിൻ്റെ വെളുത്ത നൂലിഴ രാത്രിയുടെ കറുത്ത നൂലിഴയിൽ നിന്ന് വേർതിരിയുന്നത് വരെ. ഇതിൽ മിനൽ ഫജ്ർ എന്ന ഭാഗം പിന്നെയാണ് അവതരിച്ചത് എന്നാണ്. ഒരു സഹാബി എന്ത് ചെയ്തു? തലേണയുടെ അടിയിൽ 2 നൂലുണ്ട് വെച്ചു, വെളുത്ത നൂലും കറുത്ത നൂലും. എന്നിട്ട് ഇതിങ്ങനെ നോക്കിയൊന്നു, ഇത് വേർതിരിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അല്ല അത് ഫജ്റിൻ്റെ വെളുത്ത നൂലിഴ എന്നതാണ് ഉദ്ദേശം, മിനൽ ഫജ്ർ എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കൂ, വളരെ അപൂർവം സംഭവങ്ങളിൽ മാത്രമാണ് സഹാബത്ത് തെറ്റായി മനസ്സിലാക്കി നബിയെ തിരിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന്, ഖുർആനിൻ്റെ അർത്ഥം എന്താണ് എന്ന്. നിങ്ങൾ നോക്കൂ, രണ്ടാമത്തത് ഹദീത്ത് എങ്ങനെ. ഒന്നാമത് ഞാൻ പറഞ്ഞു പദം വിശദീകരിക്കുക, സിയാദ എന്നത് അള്ളാഹുവിനെ കാണലാണെന്ന് വിശദീകരിച്ചത്. അതുപോലെ ഹദീത്തിൽ വന്ന ഖുർആനിൻ്റെ വിശദീകരണത്തിൻ്റെ മറ്റൊരു രൂപം, ഖുർആനിൽ മുജ്മലായി പറഞ്ഞ അഥവാ ചുരുക്കി പറഞ്ഞത് എന്താണ് എന്ന് വിശദീകരിക്കുക. ഇത് ഹദീത്തിൽ ധാരാളമായി വന്നിട്ടുണ്ട്. ഒരു ധാരണ ആര് പറയും? ഖുർആനിൽ അള്ളാഹു ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ അതെന്താണ് അതിൻ്റെ വിശദാംശം വന്നത് മുഴുവൻ ഹദീസിനാണ്. നിസ്കാരം ഏറ്റവും എളുപ്പമുള്ള കാര്യം, ബറക്കല്ലാഹ്. നിസ്കാരം വഖീമുസ്സലാ എന്നേ എവിടെ വന്നിട്ടുള്ളൂ? ഖുർആൻ വന്നിട്ടുള്ളൂ. അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതിൻ്റെ ഓരോ വക്തിൻ്റെയും സമയം ഏത് മുതൽ ഏതുവരെയാണ്, റുക്കൂ എങ്ങനെ, സുജൂദ് എങ്ങനെ ഒക്കെ വന്നിട്ടുള്ള എവിടെയാണ്? ഹദീസിലാണ്. സക്കാത്ത് കൊടുക്കുക എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. സക്കാത്ത് ആര് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, 8 അവകാശികളുടെ കാര്യം ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. അതേസമയം അതിൻ്റെ നിസാബ് എത്രയാണ്, സ്വർണത്തിൻ്റെ നിസാബ് എത്ര എത്തിയാലാണ് സ്വർണത്തിൻ്റെ സക്കാത്ത്, അതുപോലെ എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്. നിസാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ട് എങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെയോ എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്, ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ വിശദാംശങ്ങൾ, ഹജ്ജിൻ്റെ വിശദാംശങ്ങൾ, നോമ്പിൻ്റെ വിശദാംശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് മുറിയും, പലതും ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നാൽ വരാത്ത കാര്യങ്ങളുണ്ട്. ഇതിന് പറയും ഖുർആനിൽ ചുരുക്കി പറഞ്ഞത് വിശദീകരിക്കുക. അത് ഹദീസിലെ ഖുർആനിൻ്റെ വിശദീകരണത്തിലുള്ള ഒരു ഉദാഹരണമാണ്. അതുപോലെ നോക്കൂ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 3 ഖുറൂ. ഒരു പെണ്ണ് തലാഖ് ചെയ്യപ്പെട്ടാൽ അവൾ 3 ഖുറൂ കാത്തിരിക്കണം. 3 ഖുറൂ എന്താണ്? ഈ ഖറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിന് ഹൈദ് എന്ന അർത്ഥമുണ്ട്, ശുദ്ധി എന്ന അർത്ഥമുണ്ട്. ഹൈദിന് പറയും ഖുർ, അതുപോലെ തുഹറിന് പറയും ആ വാക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് അത് ഹൈദാണ് എന്ന്. ഫാത്തിമ ബിൻത് അബി ഹുബൈഷിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഅ സ്വലാത്ത അയ്യാമ അഖറാഇക്, ഹൈദിൻ്റെ സമയത്ത്
നീ നിൻ്റെ നിസ്കാരം ഉപേക്ഷിക്കുക. അതിൽ ഈ ഖുർആനിൽ വന്ന ഈ പദമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് ഹൈദാണ് എന്ന് ഹദീസിൽ വ്യക്തമായിരിക്കുന്നു. പിന്നെയോ മറ്റൊന്ന്, ഖുർആനിൽ ആമായി പറഞ്ഞത്, പൊതുവായി പറഞ്ഞത്, അത് ഇന്നിടത്തേക്ക് മാത്രമാണ് എന്ന് അതിൽ ചിലത് നിജപ്പെടുത്തും, തഖ്സീസ് ചെയ്യും ഹദീസിൽ. ഉദാഹരണത്തിന് നമുക്കറിയാം, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഹറാമാക്കിയതാണ്, കഴിക്കൽ ഹറാമാക്കിയതാണ് മൈത്തത്തും ദം. മൈത്തത്ത് എന്താണ്? ശവം. ദം രക്തം. ഖുർആനിലെ ആ പദപ്രയോഗം ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ശവവും ഉൾപ്പെട്ടു, എല്ലാ രക്തവും ഉൾപ്പെട്ടു. ആമാണത്, എല്ലാം ഉൾപ്പെട്ടു. പക്ഷെ അതിനെ തഖ്സീസ് ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ നിജപ്പെടുത്തുന്നു. അതിൽ ചിലതിന് അത് ബാധകമല്ല എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹില്ലത് ലനാ മൈതതാനി വദമാൻ, 2 രക്തവും 2 മൈതത്തും നമുക്ക് ഹലാലാണ്. ഫഅമ്മൽ മൈതതാൻ, 2 ശവങ്ങൾ നമുക്ക്, അഥവാ അർക്കാതെ ചത്തത് നമുക്ക് ഹലാലായത് ഏതാണ്? ഒന്ന് അൽ ഹൂത്ത് വൽ ജറാദ്. ഹൂത്ത് എന്താ? മത്സ്യം. അത് നമ്മൾ കടലിൽ നിന്ന് പിടിച്ചിട്ട് ബിസ്മി ഒല്ലി കിബിലക്കയറി വെച്ചിട്ട് അർക്കുകയാണ് ചെയ്യുന്നത്? അല്ല, അത് ചത്താൽ അത് ഹലാലാണ്. അതുപോലെ ജറാദ് എന്നാൽ വെട്ടുകിളിയാണത്. അതിനെ അങ്ങനെ തന്നെ, അത് ചത്താൽ അങ്ങനെ തന്നെ തിന്നാം. പിന്നെയോ വമ്മദ്ദമ, 2 രക്തം. ഒന്ന് അൽ കെബിത് എന്താണ്? കരൾ യഥാർത്ഥത്തിൽ രക്തമാണ്, എന്നാൽ അത് ഹലാലാണ്. അതുപോലെ തഹാൽ എന്ന് പറഞ്ഞാൽ പ്ലീഹ എന്ന് പറയുക, അതിന് ഒരു ഭാഗമാണ്, മൃഗങ്ങളുടെ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്, അത് ഒരു പ്രത്യേക ഭാഗമാണ്. തഹാൽ എന്നാണ് അതിന് അറബിയിൽ പറയുക. അതും രക്തമാണ്, പക്ഷെ അതും ഹലാലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെന്തു ചെയ്തു? ഈ അള്ളാഹു രക്തവും മൈത്തത്തും ഹറാമാണെന്ന് ഖുർആനിൽ പറഞ്ഞതിൽ ചിലതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞിരിക്കുന്നു, അതും ചിലയിടത്തേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വകതബ്നാ അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സ്, നാം തൗറാത്തിൽ വിധിച്ചിരിക്കുന്നു നഫ്സിന് പകരം നഫ്സ്, അഥവാ കൊലക്ക് പകരം കൊലയാളിക്കുള്ള ശിക്ഷ എന്താണ്? അവനെ വധിച്ചു കളയുക എന്നതാണ്. ഇസ്ലാമിക ഭരണകൂടം അവനെ വധിച്ചു കളയണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ചിലത് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം വേറെയുണ്ട്. ഒന്ന് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഖ്തലു വാലിദുൻ ബിവലദിഹി, സന്താനത്തെ ഒരാൾ തൻ്റെ മകളെ കൊലപ്പെടുത്തി, ഇസ്ലാമിക ഭരണകൂടം ഈ പിതാവിനെ പകരം എന്ത് ചെയ്യുകയില്ല? കൊല്ലുകയില്ല, വധശിക്ഷയില്ല. സന്താനത്തെ കൊന്ന ആൾക്ക് വധശിക്ഷയില്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? കുട്ടിയെ കൊല്ലുക എന്നുള്ളത് ഗൗരവം കുറഞ്ഞാണെന്നാണോ? അല്ല, പരലോകത്ത് അത് സാധാരണ കൊലപാതകത്തെക്കാൾ ഗൗരവമുള്ളതാണ്. പക്ഷേ ഇഹലോകത്ത് അതിന് ആ ശിക്ഷയില്ല. ഇങ്ങനെ ചില മസ്അലകളുണ്ട്. അതായത് പരലോകത്ത് അത് കുറ്റമില്ലാത്ത കാര്യമായിരിക്കും, അവന് ശിക്ഷയേ ഇല്ല. പക്ഷെ ദുനിയാവിൽ അവന് അതിൻ്റെ നടപടി നേരിടേണ്ടി വരും. അങ്ങനെയുണ്ട്, നേരെ തിരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നോക്കൂ, സന്താനത്തെ കൊലപ്പെടുത്തുക എന്നത് മറ്റുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, എന്ത്? അയ്യുദ്ദംബി അദം, കൊലയിൽ ഏറ്റവും തിന്മകളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖ, അള്ളാഹുവാണ് നിന്നെ പടച്ചതെന്നിരിക്കെ നീ അവന് പങ്കാളികൾ ഉണ്ടാക്കലാണ്. പിന്നെ ഏതാണ് നബി? അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ചിട്ട് നിന്റെ സന്താനത്തെ നീ കൊന്നുകളയാനാണ്. നബി ശിർക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഏറ്റവും ഗൗരവപ്പെട്ട തിന്മയായി പറഞ്ഞു എന്ത്? കൊലപാതകം. പക്ഷേ സ്വന്തം സന്താനത്തെ കൊലപ്പെടുത്തുക എന്നത്. ഖുർആൻ നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇസ്രായിൽ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് ശേഷം ഗുരുതരമായ തിന്മകൾ പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരം, അളവിലും തൂക്കത്തിനും കൃത്രിമം കാണിക്കുക, അഹങ്കാരത്തോടെ നടക്കുക, യതീമിൻ്റെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ കൊലപാതകം പറഞ്ഞു. പക്ഷേ കൊലപാതകത്തിൽ ഇത് രണ്ടും പറഞ്ഞു. ഒന്ന്, വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, പിന്നെ വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, രണ്ടും പറഞ്ഞു. കൊലപാതകം, ഈ 2 കൊലപാതകം പറഞ്ഞു. ആദ്യം സ്വന്തം സന്താനത്തെ കൊലപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. അത് പരലോകത്ത് കൂടുതൽ ഗൗരവമുള്ളതാണ്. പക്ഷേ ഇഹലോകത്ത് അതിന് വധശിക്ഷ കൊടുക്കുകയില്ല എന്നതാണ് ഇസ്ലാമിക ഭരണകൂടത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന നിയമം, നിശ്ചയിച്ച നിയമം. കാരണം പൊതുവെ സന്താനത്തെ മാതാപിതാക്കൾ കൊല്ലണമെങ്കിൽ പൊതുവെ
അത്രയും എന്തെങ്കിലും ഗുരുതരമായ ഉപദ്രവം സന്താനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പൊതുവെ മാതാപിതാക്കളുടെ കൽബ് അവരോട് റഹ്മത്തുള്ള കൽബായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. പരലോകത്ത് അത് ഗൗരവമുള്ളതാണ്. പക്ഷെ ദുനിയാവിൽ അതിന് വധശിക്ഷയില്ല. നേരെ തിരിച്ചിട്ടുണ്ട്. പരലോകത്ത് ശിക്ഷയില്ല, പക്ഷെ ദുനിയാവിൽ ഒരാൾ അതിന് പ്രതിക്രിയ നേരിടേണ്ടി വരും. അതെന്താണ്? അബദ്ധത്തിലെ കൊലപാതകം. ഖത്താൻ ഒരാളെ കൊന്നു ദുനിയാവിൽ. എങ്ങനെയാണ് അബദ്ധത്തിൽ കൊലപാതകം? ഒരാൾ എന്തെങ്കിലും ഭാരമുള്ള വസ്തു എടുത്ത് തൻ്റെ വീട്ടിൽ നിന്ന് മുകളിൽ താഴെ കിട്ടും. ഇത് നേരെ ചെന്ന് പതിച്ചത് ഒരാളുടെ തലയിലാണ്, മരിച്ചുപോയി. ഇത് ഇയാളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ട്. ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിച്ചു പോവുകയാണ്, ഇയാൾ അമിത വേഗതയിലാണ്, ആ റോഡിൽ അത്ര പോകാൻ പാടില്ല. വണ്ടി അടിച്ച ഒരാൾ മരിച്ചു. ഇയാളായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇയാളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, യാതൊരു മുൻവൈരാഗ്യമില്ല, അബദ്ധം സംഭവിച്ചതാണ്. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അതിന് ഇയാൾ നഷ്ടപരിഹാരം കൊടുക്കണം. മരണപ്പെട്ട ആൾക്ക് നഷ്ടപരിഹാരം, ഗുരുതരമായ വളരെ വലിയ നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ 2 മാസം ഇയാൾ തുടർച്ചയായി നോമ്പെടുക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ സംഭവിച്ച ആൾ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. പക്ഷെ പരലോകത്ത് ഈ മനുഷ്യന് ശിക്ഷയുണ്ടോ? കൊലപാതകത്തിൻ്റെ ശിക്ഷ ഇല്ല. കാരണം അയാൾ കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അയാൾക്ക് അബദ്ധം സംഭവിച്ചു പോയതാണ്. അതുപോലെ ഒരാൾ കൊന്നിട്ടില്ല, എന്തെങ്കിലും ഒരാളുടെ വസ്തുവൊക്കെ നശിപ്പിച്ചു അറിയാതെ. ഇപ്പോൾ ഉദാഹരണത്തിന് കളിക്കുകയാണ് കുട്ടികൾ കളിക്കുമ്പോൾ ബോളോ മറ്റോ പോയി അപ്പുറത്ത് ചില്ല് വെട്ടി. കുട്ടിയൊക്കെ പരലോകത്ത് ശിക്ഷയുണ്ടോ? ഇല്ല. പക്ഷെ ചില്ല് വെട്ടിയ ആളെ ചില്ല് ഉത്തരവാദിത്തപ്പെട്ടുള്ള മാറ്റി കൊടുക്കണോ വേണ്ടേ? മാറ്റി കൊടുക്കണം. അതാണ് ദുനിയാവിലെ നിയമം. ആളുകളുടെ സ്വത്തിന്മേൽ അല്ലെങ്കിൽ അവരുടെ ജീവന്മേൽ നീ അബദ്ധത്തിൽ കൈകടത്തിയാലും ദുനിയാവിലെ നഷ്ടപരിഹാരം വെച്ച് കൊടുക്കണം. പക്ഷെ പരലോകത്ത് അബദ്ധ ആയതുകൊണ്ട് ശിക്ഷയില്ല. കാരണം അല്ലാഹു തജാവസ അൻ ഉമ്മത്തി അൽ ഖത്താ വന്നിസ്യാൻ വസ്തുക്രിഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ അള്ളാഹു അബദ്ധം ഖത്താ വിട്ടുകൊടുത്തിരിക്കുന്നു, അതുപോലെ മറന്നുപോയത് വിട്ടുകൊടുത്തിരിക്കുന്നു, അതുപോലെ മസ്തുക്രിഹു അലൈഹി മസ്തുക്രിഹു അലൈഹി നിർബന്ധിക്കപ്പെട്ടത് ഒരാൾ കഴുത്തിൽ കത്തി വെച്ചിട്ടോ മറ്റോ ഏതെങ്കിലും ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ ഒരാൾക്ക് കുറ്റമില്ല. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഖത്തഇന് ഒരാൾക്ക് ശിക്ഷയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊലപാതകം എല്ലാ ഖത്തവും ഒരുപോലെ അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഖത്ത ആയ കൊലപാതകത്തോട് ചേർന്ന് വരുന്ന മറ്റൊരു മസാല കൂടിയുണ്ട്, അതിന് ഷിബുഹുൽ അംദ് എന്ന് പറയും. ഷിബുഹുൽ അംദ് എന്ന് പറഞ്ഞാൽ അത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകത്തോട് സാദൃശ്യമുള്ളതാണ്, എന്നാൽ കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയതുമല്ല. ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ വകുപ്പ്. അതെന്താണ്? ഒരാളെ ഒരു വടിയെടുത്തിട്ട് അടിച്ചു. പൊതുവേ ആ ഒരു വടിയെടുത്തിട്ട് ഒരാളെ അടിച്ചാൽ ആൾ മരിക്കുമൊന്നുമില്ല, പക്ഷേ ആൾ മരിച്ചുപോയി. ഈ തരത്തിലുള്ള കൊലപാതകത്തിന് എന്ത് പറയും? ഷിബുൽ അംദ് എന്നാണ് അതിന് പറയാം. അഥവാ അത് കരുതിക്കൂട്ടി ചെയ്തതിനോട് സാദൃശ്യം. ആൾ അടിച്ചിട്ടുണ്ട്. മറ്റേത് നേരത്തെ പറഞ്ഞത് ഇയാൾ അടിച്ചതൊന്നുമല്ല, ഇയാൾ മറ്റെന്തോ ചെയ്തപ്പോൾ ആളുടെ ദേഹത്ത് തട്ടി ആൾ മരിച്ചു പോയതാണ്. അതേസമയം ഇത് ഇയാൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ കൊല്ലേണ്ട ഒരു അടിയൊന്നല്ല അടിച്ചത്. ആൾ കൊല്ലപ്പെടുന്ന വസ്തുവും കൊണ്ടല്ല, ഒരു വാളെടുത്ത് വെട്ടിയല്ല, ഒരു വടിയെടുത്ത് അടിച്ചതാണ്, പക്ഷെ ആൾ കൊല്ലപ്പെട്ടു. ഇതിനും ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ സ്ഥിരപ്പെട്ടു. ഇയാൾ പിന്നെ ഇങ്ങനെ ചെയ്താണ്, ഒരു വലിയ ഒരു ഇരുമ്പ് വടി എടുത്ത് തലക്കടിച്ചോ എന്നല്ല, മറിച്ചൊരു സാധാരണ ഒരു വടിയോ മറ്റോ കൊണ്ട് അടിച്ചപ്പോൾ ആൾ മരിച്ചു പോയതാണ് എന്ന് ഇസ്ലാമിക ഭരണകൂടത്തിൽ സ്ഥിരപ്പെട്ടാൽ ആൾക്ക് വധശിക്ഷ നൽകുകയില്ല, മറിച്ച് നഷ്ടപരിഹാരവും മറ്റുള്ള അതുപോലുള്ള കാര്യങ്ങളുമാണ് നൽകുക. അപ്പോൾ നോക്കൂ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ ഇതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിജപ്പെടുത്തിയിരിക്കുന്നു. ഖുർആനിൽ പകരത്തിനു പകരം എന്ന് പറഞ്ഞത് അത് ചിലതിന് ബാധകമല്ല എന്ന് എവിടെയാണ് വന്നത്? ഖുർആനിലല്ല, മറ്റെവിടെയാണ് വന്നത്? ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഖുർആനിൽ മുത്ലഖായി പറഞ്ഞതിനെ ഹദീസിൽ തഖീദ് ചെയ്യും. എന്താ ഈ മുത്ലഖ് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞത് കൊലക്ക് പകരം കൊല എന്ന് പറഞ്ഞാൽ കൊലപാതകക്കൊക്കെ വധശിക്ഷയാണ്, എല്ലാ കൊലപാതകം അതിൽപ്പെട്ടു. പക്ഷെ ചില കൊലപാതകളെ നബി ഒഴിവാക്കി പറഞ്ഞു. അതുപോലെ നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ചവളുടെ കൈ നിങ്ങൾ മുറിച്ചു കളയുക.
കൈ എന്ന് പറയുന്നത് മുത്തലഖായ ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു നിരുപാധിക പ്രയോഗമാണ്. കാരണം കൈ എന്ന് പറഞ്ഞാൽ ഷോൾഡർ തൊട്ട് താഴേക്ക് വരെയുള്ളതും കൈയാണ്, മുട്ട് തൊട്ട് കൈപ്പത്തി വരെയുള്ളതും കൈയാണ്, കൈപ്പത്തി മാത്രവും കൈയാണ്. ഖുർആൻ പറഞ്ഞത് കൈ മുറിക്കുക എന്നാണ്. എവിടെ മുറിക്കണം? തോളോട്ട് മുറിക്കണോ, കൈമുട്ട് വെച്ച് മുറിക്കണോ, അല്ല കൈപ്പത്തി മാത്രം മുറിക്കണോ? അത് ഹദീസിലാണ് വന്നിട്ടുള്ളത്. മോഷ്ടിച്ചവളുടെ കൈ മുറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഭാഗം എന്ന് പറയുന്നത് കൈപ്പത്തി മാത്രമാണ്. കൈപ്പത്തിയാണ് മുറിക്കുക. അതെവിടെയാണ് വന്നിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. കഫാണ് മുറിക്കുക, കൈപ്പത്തിയാണ് മുറിച്ചു മാറ്റുക. അപ്പോൾ ആ കൈ എന്ന് അള്ളാഹു നിരുപാധികം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തഖ്യീദ് ചെയ്തിരിക്കുന്നു. ഇന്ന സ്ഥലത്താണ് മുറിക്കുക എന്ന് വന്നിരിക്കുന്നു. അതുപോലെ നോക്കൂ, ഖുർആനിൽ പറഞ്ഞതിനപ്പുറം ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅന അല്ലാഹുൽ വാശിമാത് വൽ മുസ്തൗശിമാത് വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാത് ലിൽ ഹുസ്നി അൽ മുതഗയ്യിറാത് ലിഖൽഖില്ലാഹ്. അല്ലാഹു ശപിച്ചിരിക്കുന്നു, ഇബ്നു മസ്ഊദ് പറയുകയാണ്, അല്ലാഹു ശപിച്ചിരിക്കുന്ന അൽ വാശിമാത് വൽ മുസ്തൗശിമാത്. വാശിമാത്ത് എന്ന് പറഞ്ഞാൽ, വഷ്മ എന്ന് പറഞ്ഞാൽ ഈ പച്ച കുത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പച്ച കുത്തുക എന്നുള്ളത് ശപിക്കപ്പെടുന്ന സംഗതിയാണ്, പാടില്ല. അതായത് പിന്നെ എന്താണ് നമുക്കറിയാം, ശരീരത്തിൽ നീക്കാൻ പറ്റാത്ത വിധം സ്ഥിരമായി കളർ ചെയ്യുക, നീക്കാൻ പറ്റുകയില്ല, അത് അവിടെ പതിപ്പിക്കുകയാണ്. പണ്ട് മുതലേ ആ രീതിയുണ്ട്. അത് ചെയ്യുന്നവളെ, അത് ചെയ്യിപ്പിക്കുന്നവളെ, ചെയ്യാൻ ആവശ്യപ്പെടുക തൻ്റെ ശരീരത്തിൽ ചെയ്തു കൊടുക്കുന്നവളെ അള്ളാഹു ശപിച്ചിരിക്കുന്നതാണ്. ആണിനെയും പെണ്ണിനെയും ശപിച്ചിരിക്കുന്നു. വൽ മുതനമ്മിസാത്തി, മുതനമ്മിസാത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തെ രോമം നീക്കം ചെയ്യുന്നവളെ എന്നാണ്. മുഖത്തെ രോമം എന്ന് പറഞ്ഞാൽ പുരികം, അത് എന്ത് ചെയ്യുക, പറിച്ചത്, പുരികം ഷെയ്പ്പാക്കാൻ വേണ്ടി പറിച്ചത്. അള്ളാഹു ശപിച്ചിട്ടുള്ള സംഗതിയാണ്, ചെയ്യാൻ പാടില്ല. എത്രയോ സ്ത്രീകൾ അത് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി പാർലറും മറ്റൊക്കെ പോകാതെയും പുരികം ഇങ്ങനെ ഷെയ്പ്പാക്കാൻ വേണ്ടി അത് എടുത്തു കളയും, പാടില്ല. മുഖരോമം നീക്കം ചെയ്യുക എന്നത് പാടില്ല. ഒരു സ്ത്രീയുടെ പ്രത്യേകത അല്ലാത്ത മീശയോ താടിയോ മുളച്ചാലൊഴികെ. ഇപ്പം മീശയോ താടിയോ അത് പുരുഷൻ്റെ പ്രത്യേകതയാണ്, സ്ത്രീയുടെ പ്രത്യേകതയല്ല. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് മീശ വന്നാൽ അല്ലെങ്കിൽ താടി വന്നാൽ അവൾക്ക് എടുത്തു കളയാൻ അനുവാദമുണ്ട്. അത് അവളുടെ പ്രകൃതിയല്ല, അത് അവളുടെ പ്രകൃതി. അതുകൊണ്ട് സ്ത്രീക്ക് എന്ത് ചെയ്യാം, മീശയോ താടിയോ മുളച്ചാൽ എടുത്ത് നീക്കാം. അല്ല, നല്ല കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പ്രത്യേകിച്ച് ഭർത്താവിന് വേണ്ടി ഒരുങ്ങുക എന്ന അർത്ഥത്തിൽ. പക്ഷേ പുരികം എന്നത് എടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവൾ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ, അതുപോലെ ഭംഗിക്ക് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുക. പഴയ കാലത്തൊരു രീതിയായിരുന്നു. കാരണം സൗന്ദര്യ സങ്കല്പം എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പഴയ കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു, സ്ത്രീകൾ പ്രായം കുറയ്ക്കാൻ, ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകളെ പോലെ തോന്നിപ്പിക്കാൻ പല്ലുകൾ രാഗി അതിനിടയിൽ വിടവുണ്ടാക്കുമായിരുന്നു. പഴയ കാലത്തൊരു സൗന്ദര്യ സങ്കല്പമായിരുന്നത്. ഇക്കാലത്ത് അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അത് ചെയ്യാൻ പാടില്ല. ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുക. മുഗയ്യിറാത്തി ഖൽഖില്ലാഹ്, അങ്ങനെ അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു മാറ്റം വരുത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് ഇത് പറഞ്ഞു. ഒരു സ്ത്രീ ഇബ്നു മസ്ഊദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ശപിച്ചു എന്ന് ഞാൻ കേട്ടല്ലോ. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചവരെ ശപിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായം? ഞാൻ ശപിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുപോലെ അത് അള്ളാഹുവിൻ്റെ കിതാബിലുമുണ്ട്, നബി അവരെ ശപിച്ചിട്ടുമുണ്ട്, അള്ളാഹുവിൻ്റെ കിതാബിലുമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഞാൻ മുസ്ഹഫ് മുഴുവൻ ഓതിയിട്ടുണ്ടല്ലോ, ഖുർആൻ മുഴുവൻ ഞാൻ ഓതിയിട്ടുണ്ട്, ഖുർആൻ ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇൻ കുൻതി ഖദ് ഖറഅതീഹി ഫഖദ് വജദ്തീഹി, നീ ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ട് എങ്കിൽ നീ അത് കണ്ടിട്ടുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞു, വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളോട് വിലക്കിയാൽ നിങ്ങളത് അവസാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഇബ്നു മസ്ഊദ് പറയുന്നത്. കാരണം അള്ളാഹു എന്ത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കാൻ പറഞ്ഞു. നബി അനുസരിക്കേണ്ടത് എങ്ങനെയാണ്? നബിയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടാണ്.
ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഹദീസിൽ വന്ന ഏത് കാര്യത്തിനും ഒന്നുകിൽ വിശദമായി അല്ലെങ്കിൽ സൂചന ഖുർആനിലുണ്ട്. ഹദീസിൽ വന്ന ഏത് കാര്യത്തിനും ഒന്നുകിൽ സൂചന അല്ലെങ്കിൽ അത് വിശദമായി ഖുർആനിലുണ്ട്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. മറ്റൊന്ന് ഖുർആനിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമാണ്. ഖുർആനിൽ വന്ന ചില നിയമങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹീനാൽ അത് നസ്ഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് പകരം അള്ളാഹു അവതരിപ്പിച്ച പുതിയ നിയമം നബി പറയുകയാണ്. ഖുർആനിലുള്ളത് ആദ്യത്തെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് രണ്ടാമത് അള്ളാഹു അവതരിപ്പിച്ച നിയമമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറൻ അൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ. നിങ്ങൾക്ക് മരണം വന്നെത്തിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്പത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി വസിയത്ത് നൽകുക നിർബന്ധമാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശത്തിൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നബി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഅതാ കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹ് ഫലാ വസിയ്യത ലിവാരിസിൻ. അള്ളാഹു ഓരോ അവകാശിക്കും അവൻ്റെ അവകാശം എന്താണ് അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വാരിസിന് അനന്തരാവകാശിക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. അനന്തരാവകാശിക്ക് ഒരാൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് ദുർബലപ്പെടുത്തപ്പെടും, സ്വീകരിക്കപ്പെടുകയില്ല. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ ഇത്ര ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയുക. ഞാൻ മരിച്ചാൽ എൻ്റെ കടവും വസിയത്തും വീട്ടിയതിന് ശേഷം മാത്രമേ എൻ്റെ സ്വത്ത് അനന്തരാവകാശികൾ വീതിച്ചെടുക്കാൻ പാടുള്ളൂ. മയ്യത്ത് മരിച്ചാൽ ആ മയ്യത്തിൻ്റെ ചിലവുകൾ, അഥവാ കഫൻ പുടവ്, അതിൻ്റെ പൈസ, ഖബർ കുഴിക്കുന്ന ആൾക്കുള്ള പൈസ, കുളിപ്പിക്കുന്ന ആൾക്ക് അയാളുടെ പൈസ, കൂലിക്ക് വിളിച്ചാണെങ്കിൽ അയാളുടെ പൈസ, ഇതൊക്കെ കൊടുക്കണം അയാളുടെ സമ്പത്ത് നിന്ന്. അത് കൊടുക്കുമ്പോഴേക്കും ആളുടെ സമ്പത്ത് തീർന്നുവെങ്കിൽ അനന്തരാവകാശികളൊക്കെ കയ്യും വീശി പോവുക, ആർക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കടം നോക്കി, ഇയാൾക്ക് കടമുണ്ടോ എങ്കിൽ ഇയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് ആദ്യം കടം വീട്ടണം. കടം വീട്ടുമ്പോഴേക്ക് ഒക്കെ തീർന്നു എങ്കിലും അനന്തരാവകാശികൾക്കൊന്നുമില്ല, അവരൊക്കെ പോവുക. കടം കഴിഞ്ഞ് വസിയത്ത് നോക്കുക, ഇയാൾ ആർക്കെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടോ ആ വസിയത്തും കൊടുക്കുക. പക്ഷെ വസിയത്തിനൊരു നിബന്ധനയുണ്ട്, ആകെ സ്വത്തിൻ്റെ 1/3 കൂടാൻ പാടില്ല. ആകെ സ്വത്തിൻ്റെ 1/3, ആകെ സ്വത്തിനെ 3ആയി തിരിച്ചാൽ അതിലൊരു ഭാഗം മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ, കൂടുതൽ ചെയ്യാൻ പാടില്ല. ദുൽമാണ്. ആരോട് ദുൽമാണ്? അനന്തരാവകാശികളോട് ദുൽമാണ്. ചില ആളുകൾ ചിലപ്പോൾ അനന്തരാവകാശികളോടുള്ള ദേഷ്യം കാരണത്താൽ മൊത്തം സ്വത്ത് ചിലപ്പോൾ യതീംഖാന, എൻ്റെ സ്വത്തൊക്കെ യതീംഖാനക്കെന്ന് പറഞ്ഞിട്ടായിരിക്കും മരിക്കുന്നത്. അവസാനം ഒരു അതിക്രമം ചെയ്തിട്ടാണ് അയാൾ മരിക്കുന്നത്. മോശമായ അന്തത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. അനന്തരാവകാശികളോട് ഈ ദുൽമം ചെയ്തിട്ടാണ് ആൾ മരിക്കുന്നത്. മരണം നന്നാവില്ല. മരണം നന്നാണെങ്കിൽ നല്ല കാര്യം ചെയ്തിട്ട് മരിക്കണ്ടേ? ചെയ്യാൻ പാടില്ല. അങ്ങനെ വസിയത്ത് പറഞ്ഞാൽ നടപ്പിലാക്കാനും പാടില്ല. ശരി, അങ്ങനെ വസിയത്തുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ട് ബാക്കിയാണ് അനന്തരാവകാശികൾ വീതിക്കേണ്ടത്. ഈ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇത്ര ഓഹരി ഖുർആനിൽ പറഞ്ഞ ആളുകളാണ്. സൂറത്തു നിസായിലെ 3 ആയത്തുകളിൽ അള്ളാഹു അനന്തര സ്വത്ത് പറഞ്ഞിരിക്കുന്നു. 13-ാമത്തെ 14-ാമത്തെ ആയത്ത്, പിന്നെ അവസാനത്തെ ആയത്ത് സൂറത്തു അന്നിസായിലെ. പിന്നെ സ്വല്ലല്ലാഹു ഹദീസുകളും വന്നിട്ടുണ്ട്. ഈ അനന്തരാവകാശികൾക്ക് ഇത്ര മകൻ ഇത്ര, മകൾക്ക് ഇത്ര, ഉമ്മാക്ക് ഇത്ര, ഉപ്പാക്ക് ഇത്ര, ഭാര്യയ്ക്ക് ഇത്ര, ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അനന്തരാവകാശം അള്ളാഹു പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയും എന്ത് പറയാൻ പാടില്ല? വസിയത്ത് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ ഇത്ര ഓഹരി എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, പറ്റൂല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതാണ് ഓഹരി. എൻ്റെ മകൻ ഇത്ര, ഞാൻ മരിച്ചാൽ പറ്റൂല. മരണശേഷം കൊടുക്കണതിനാണ് വസിയത്ത് എന്ന് പറയുക. മരണശേഷം കൊടുക്കാൻ പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയുക. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതിന് വേറെ വിധിവിലക്കുകളുണ്ട്, വേറെ വിഷയമാണ്. മരണശേഷം ഇത്ര എൻ്റെ ഇന്ന മകന് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന മകൾക്ക് കൊടുക്കണം, അത് അനന്തരാവകാശിക്ക് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഅതാ കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹ് ഫലാ വസിയ്യത ലിവാരിസിൻ. അള്ളാഹു ഓരോ അവകാശിക്കും അവൻ്റെ അവകാശം കൊടുത്തിട്ടുണ്ട്, അനന്തരാവകാശിക്ക് വസിയത്ത് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അനന്തരാവകാശി ആകാത്ത ബന്ധുക്കളുണ്ടാവും, അനന്തരാവകാശി ആകാത്ത ബന്ധുക്കളുണ്ടാവും. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ സഹോദരങ്ങൾക്ക് യാതൊരു അവകാശം കിട്ടില്ല. ഇപ്പോൾ ഒരാൾക്ക് ആൺമക്കളുണ്ട് എങ്കിൽ അയാളുടെ സഹോദരങ്ങൾക്ക് ഒരവകാശം കിട്ടില്ല. ഒരാൾ മരിച്ചു, അയാൾക്ക് ആൺമക്കളുണ്ട് എങ്കിൽ അയാളുടെ ഒരു സഹോദരനും സഹോദരിക്കും യാതൊരു ഓഹരിയും കിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? വസിയത്ത് പറയാം, എൻ്റെ സഹോദരൻ എൻ്റെ സ്വത്തിൽ നിന്ന് ഇത്ര കൊടുക്കണം, 1/3 കുറയാത്ത അത്ര. അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ്, അയാളുടെ ഒരു മകൻ നേരത്തെ മരിച്ചുപോയി, മകന് മക്കളുണ്ട്,
പക്ഷെ അയാളും മരിച്ചിട്ടില്ല. അയാളുടെ മകൻ നേരത്തെ മരിച്ചു, ആ മകൻ്റെ മക്കളുണ്ട്. അപ്പോൾ എന്തില്ല, വേറെ മക്കളുണ്ടെങ്കിൽ ഈ ആൾ മരിച്ചാൽ അയാളുടെ മക്കൾക്ക് അവകാശം കിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം, വസിയത്ത് പറയാം, അവർക്ക് ഇത്ര കൊടുക്കണമെന്ന് വസിയത്ത് പറഞ്ഞ് മരിക്കാം. അപ്പം നോക്കൂ, ഈ ആയത്ത് അടുത്ത ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും വസിയത്ത് കൊടുക്കണം എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് അള്ളാഹുവിൻ്റെ വഹീനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിയമത്തിന് പകരം അള്ളാഹു അവതരിപ്പിച്ച നിയമം പറഞ്ഞു. അത് ഹദീസിലാണുള്ളത്. അനന്തരാവകാശിക്ക് വസിയത്ത് പാടില്ല എന്നുള്ളത് ഇവിടെയുള്ളത് ഹദീസിൽ. മാതാപിതാക്കൾക്ക് വസിയത്ത് നൽകണം എന്നാണ് ഖുർആനിലുള്ളത്. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനുശേഷം അവതരിപ്പിച്ച നിയമം ഹദീസിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഹദീസിലെ പാഠങ്ങൾ, ഖുർആൻ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. അതിന് പിന്നിൽ അള്ളാഹുവിൻ്റെ ധാരാളം ഹിക്മത്തുകളുണ്ട്. നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് പരീക്ഷിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂലുകളെ തള്ളിക്കളഞ്ഞു എന്നതായിരുന്നു പഴയ ഉമ്മത്തുകളുടെ വലിയ അബദ്ധം. അവർ ചെയ്ത വലിയ തെറ്റതായിരുന്നു, അവരുടെ റസൂലുകളെ തള്ളിക്കളഞ്ഞു എന്ന്. അങ്ങനെ ഈ ഉമ്മത്ത് ചെയ്യുമോ ഇല്ലയോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. എത്രത്തോളം സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു ഫായിദ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഖുർആനിലെ ഒരു നിയമത്തിന് പകരം അള്ളാഹു മറ്റൊരു നിയമം കൊണ്ടുവരിക എന്നതിനുള്ള ഉദാഹരണം, അവതരിപ്പിച്ച ആയത്ത് അള്ളാഹു ഉയർത്തിക്കളയുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഖുർആനിൽ. അതിനുള്ള ഉദാഹരണമാണ് വിവാഹിതനായ വ്യഭിചാരിണിയെ എന്തു ചെയ്യണമെന്നാണ് ഇസ്ലാമിലെ നിയമം? എറിഞ്ഞു കൊല്ലണം. അത് ഖുർആനിലുണ്ടായിരുന്നു. അള്ളാഹു അങ്ങനെ ഒരു ആയത്ത് അവതരിപ്പിച്ചിരുന്നു. ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് വശ്ശൈഖതു ഇദാ സനയാ ഫർജുമൂഹുമൽ ബത്ത എന്ന് ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു. ഹദീസുകൾ കാണാം. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ഉയർത്തി. പക്ഷെ ആ നിയമം അവശേഷിപ്പിച്ചു. ആ നിയമം ഇവിടെ ബാക്കിയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇങ്ങനെ നിശ്ചയിച്ചതിന് പിന്നിൽ അവൻ്റെ ഹിക്മത്തുകളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഹിക്മത്തുകളിലൊന്നായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, പഴയകാല ഉമ്മത്തുകളിൽ നിന്ന് ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠത അള്ളാഹു അതിലൂടെ വെളിപ്പെടുത്തി. എങ്ങനെ? കാരണം യഹൂദികളുടെ കിതാബിൽ ഉള്ള കാര്യമാണ്. കിതാബിൽ തൗറാത്തിൽ തന്നെ ഉണ്ട്, വ്യഭിചാരിണിയെ എന്ത് ചെയ്യണം, വിവാഹിതനായ വ്യഭിചാരിണിയെ എറിഞ്ഞു കൊല്ലണം. തൗറാത്തിലുണ്ട്. തൗറാത്തിൽ അവർക്ക് വായിക്കാൻ സാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള തൗറാത്തിൽ അതുണ്ടായിരുന്നു. ഇന്നത്തെ തൗറാത്തിലുണ്ടോ ഇല്ല എനിക്കറിയില്ല, പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ മദീനയിലൊരു യഹൂദി ആണും പെണ്ണും വിവാഹിതരാണ്, വ്യഭിചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ തൗറാത്തിൽ അതിൻ്റെ വിധി വായിക്കുകയാണ്. എന്താണ് വിധി? അപ്പോൾ അവരുടെ സ്ഥിരം സ്വഭാവം അനുസരിച്ച് കൈവച്ചിട്ട് അവർ വായിച്ചു. എറിഞ്ഞു അല്ലാനുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ബാക്കി അപ്പുറം മുകളിലും താഴെയും വായിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൈയെടുക്കി. അദ്ദേഹം യഹൂദിയായിരുന്ന സഹാബിയാണ്. കൈയെടുക്കാൻ പറഞ്ഞു. കൈയെടുത്തപ്പോൾ അവിടെ ആയത്തുണ്ട്. അവരുടെ കിതാബിൽ ഉണ്ടായിട്ടും അത് അവർ പിന്നീട് മൂടി വെച്ചു. അവരുടെ ആളുകൾ കുറഞ്ഞു പോകാതിരിക്കാൻ, ഈ വധശിക്ഷ കിട്ടി കുറേ ആൾ മരിച്ചുപോയി, അങ്ങനെ ജനസംഖ്യ കുറയാതിരിക്കാൻ ആ നിയമം മാറ്റിയതാണ് ഒരു യഹൂദി പറഞ്ഞത്. നോക്ക്, ആ ഉമ്മത്ത് ഓതുന്നവരുടെ തൗറാത്തിൽ ഉണ്ടായിട്ടും അത് മാറ്റി. എന്നാൽ ഈ ഉമ്മത്ത് അവരുടെ ഓതുന്ന ഖുർആനിൽ അതില്ലാഞ്ഞിട്ടും ആ വിധി അംഗീകരിക്കുന്നു. അതാണ് ഈ ഉമ്മത്തിൻ്റെ ഈമാൻ. കാരണം അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരിക്കും. ഈ ഫായിദ, ഈ ഉപകാരം, ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തൽ ഇങ്ങനെ അള്ളാഹു അത് എടുത്തുയർത്തിയതിന് പിന്നിൽ ഉണ്ടാകാം എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.